ആ എന്താ കഴിക്കാന്? ആ ടേബിൾ മേലില്ലേ? ഇതാണോ? ഇതെനിക്കിഷ്ടല്ല. അനക്ക് എന്നും എന്തുണ്ടാക്കി വെച്ചാലും കൊറേ പരാതികളാണ്. ഈ ഗസീത്ത് മക്കളെ കണ്ടിട്ടില്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി പാത്രം പിടിച്ചിട്ട് നിന്ന് കരയാണ് അവര്. അപ്പൊ ഇവിടെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചാ ഭംഗിയില്ല, കാണാൻ രസമില്ല, തിന്നാൻ രസമില്ല എന്ന് പറഞ്ഞിട്ട് എന്നും ഓരോ പരാതികളാ. എനിക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോയിക്കോ. ഞാൻ കളിക്കാൻ പോവാട്ടോ. ആ പോയിട്ട് വാ. ഇനി ആ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പിലായിട്ട് വരണട്ടോ. ഈ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് വന്നാ അനക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ ഒക്കെ ഒരു കൊട്ടിപ്പടിച്ചിലാണ്. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കണോ? നമുക്ക് കളിക്കാൻ പോവാ. ഈ ഇവിടെ നിന്നിരുന്ന ഞങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. അതാ അവനും വലിയ വരുന്നു. അല്ല അവനെ ഇപ്പൊ കളിക്കാനും വരുന്നില്ല. വല്യപ്പാക്കൊന്ന് ചായക്കടയിൽ പോണം. ഞാൻ വല്യപ്പാനെ ചായക്കടയിൽ കൊണ്ടുപോയി കൊണ്ടിട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഓനാ വല്യപ്പാന്റെ ഒപ്പാണ് പോണത്. അതിനിപ്പോ എന്താ? ഇന്റെ ഒപ്പിന്റെ ഒപ്പാൻ എല്ലാ സ്ഥലത്തും കൊണ്ടുപോലുണ്ടല്ലോ. വയ്യെങ്കിൽ ഒരിടത്ത് ഇരുത്തണം, അല്ലാതെ ആൾക്കാരെ ഇടയിൽ കൊണ്ടുനടക്കല്ലേ വേണ്ടത്. അവിടെ സമയം കളയാൻ കളിക്കാൻ പോവാ. എന്നാ പോരെ, എണ്ണി പിരിച്ച 1 2 3 4 5. ആ ഷിനാസ് 5 കിട്ടി. 6 7 8 9 10. ബാസിത്ത് 10 കിട്ടി. ഇങ്ക് ഫസ്റ്റ് ചൂടാണ് കേട്ടോ. എനിക്ക് ടെസ്റ്റ് വേണം. കീപ്പർ സെറ്റല്ലേ? ആ നമ്മുടെ ടീം സെറ്റല്ലേ? ആ തട്ടി തരാട് കടിച്ചോളൂ. ആ ഇഹാനെ ഉള്ളറിക്ക അന്നാ അസ്സലാമലൈക്കും. വാലൈക്കും സലാം. പള്ളിക്കൊക്കില്ലേ? അന്ന് നമുക്ക് കളി എടുക്കല്ലേ? ചാടിച്ചിട്ടോ. പന്തൽ ടീം അതാ വരുന്നു. നീ കടാകെ നിറത്തും. ആ കാക്കു എന്തൊക്കെയാ വർത്താനം? സുഖം തന്നെ. നീ കട പൊളിച്ചരുതേ. കാക്കു ഒരു സുലൈമാനി. ഒരു ചായ കാക്കു. എന്നാ ഇവിടെ ഒരു സുലൈമാനി ഇട്ടല്ലേ? ഒരു ജീരക സോഡ, സമൂസ, ഒരു കടുപ്പം വെച്ചൊരു ചായ, ഒരു നന്ന സോഡ. ഞാനവിടെ എത്തി. എനിക്ക് 2 കൈയുള്ളൂ. ആ കാക്കാന്റെ കൈന്നിപ്പ ചായ പോവും. അന്റെ ഒരു നാവ്. കാക്കു ഒരു തുണി തരുമോ? ഇവിടെ കുറച്ച് ചായ വെക്കണു, അത് തുടക്കാനാ. സാരല്ല, ഞാൻ നടച്ചോണ്ട്. ആരല്ല, ഞാൻ തുടച്ചോളാം. വല്യപ്പാന്റെ അടുത്ത് പോയതല്ലേ. അവനിപ്പോ കളിക്കാനൊന്നും വരണില്ലേ? അവന്റെ വല്യപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവന് വല്ലപ്പോഴേ വരല്. അവന്റെ വാപ്പ നാട്ടിലുണ്ടാകുമ്പോ. ആ ഓൻ കുഞ്ഞായിരുന്നു പോലെ വല്യപ്പാനപ്പം എന്നും വരും. ഓന് പറയണതെല്ലാം വാങ്ങിക്കൊടുക്കും. ഇപ്പൊ അത് അറിയാതെ ഓന്റെ പോയാണെന്ന്. നല്ല കുട്ടി. ഈ മക്കൾ നിങ്ങൾക്ക് മുമ്പിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ ബാക്കി വെക്കുന്നുണ്ട്. ഭക്ഷണം അത് സുലഭമായി ലഭിക്കുന്നവന് രുചി പോരാ. എന്നാൽ ലോകത്തിന്റെ എല്ലാ കോണിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവരെ നമുക്ക് കാണാം. രണ്ടാമത്തെ കാര്യം നിസ്കാരം. അതിന് ആർക്കും ഒരു ഒഴിവും പടച്ചവൻ തന്നിട്ടില്ല. എന്ത് തിരക്കാണെങ്കിലും നിങ്ങളെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾ. വാപ്പയും ഉമ്മയും വല്യപ്പയും വല്യമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒന്ന്. നമുക്ക് നമ്മുടെ വല്യപ്പയും വല്യമ്മയും വാപ്പയും ഉമ്മയും ഒക്കെ നന്നായിട്ട് നോക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ.